സഭയിൽ വിലക്കയറ്റം സംബന്ധിച്ച ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ വെറുതെ ചൊറിഞ്ഞു നോക്കിയ VS ജോയിക്ക് കണക്കിന് കൊടുത്ത് തിരുവഞ്ചൂരും സതീശനും. വിലക്കയറ്റ ചർച്ചയിൽ PC വിഷ്ണുനാഥിന്റെ 15 മിനിറ്റ് അവതരണം കഴിഞ്ഞപാടെ സംസാരിച്ച VS ജോയ് ഒരു കാരണവുമില്ലാതെ AK ആന്റണിയുടെ കാലത്തെ പോലീസിന്റെ നരനായാട്ടിനെ കുറിച്ച് പറയുകയായിരുന്നു. അത് കേട്ട് ചാടി എഴുന്നേറ്റുകൊണ്ടാണ് സതീശനും തിരുവഞ്ചൂരും മറുപടി പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രിയും ഇത്തരം വിഴുപ്പലക്കൽ നടത്തിയതാണ്. പിന്നെയും ഈ വിഷയം വലിച്ചിഴച്ചപ്പോഴാണ് ഇവർ പ്രതികരിച്ചത്. കൂടുതൽ വർത്തമാനമൊന്നും പറയാൻ നിൽക്കണ്ട, അനാവശ്യ കമന്റ്സിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കട്ടക്കലിപ്പിലായിരുന്നു തിരുവഞ്ചൂർ. ഒരു നിമിഷത്തേക്ക് സഭ സ്തംഭിച്ചുപോയി. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ച അടിയന്തര പ്രമേയത്തെ കുറിച്ച് നടക്കുകയാണ്. 2 ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയേണ്ടി വരും. AK ആന്റണി ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ നിയമസഭ അംഗീകരിച്ച, ക്യാബിനറ്റ് അംഗീകരിച്ച ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ആ ചർച്ചയിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് കൂടി വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു പകരം ഭാഗികമായ വാക്കുകൾ പറഞ്ഞ് വീണ്ടും AK ആന്റണിയെ കുത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഭാരേഖകളിൽ നിന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിച്ച കാര്യത്തെ കുറിച്ചാണ് ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത്. അതൊരു കുറ്റബോധം പറഞ്ഞതായിരിക്കും. ശ്രീ AK ആന്റണി പറഞ്ഞല്ലോ, എന്നെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ദീർഘകാലത്തെ മൗനം വെടിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? അതേപോലെ തന്നെ സാർ, സാധാരണ അടിയന്തര പ്രമേയങ്ങൾ വരുമ്പോ ഭരണപക്ഷത്തിന് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് വന്നത് ഇന്നലെ ശ്രീ AK ആന്റണി തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നു. പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതേ ഒരു കാര്യം കൂടി പറഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തായിരിക്കും എന്നത് കൂടി വ്യക്തമാണെന്ന് ശ്രീ M. വിൻസൻ ഡിജിറ്റൽ ക്ലോക്ക് ശരിയാക്കണേ. യെസ്, 0 ആക്കണേ, 7 ആക്കണേ. ഒരു മിനിറ്റ്. പ്രതിപക്ഷം സർ, ഇത് നമ്മളൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് 2 മണിക്കൂർ ചർച്ച നടത്തുകയാണ്. വളരെ 3 ബില്ലുള്ള ദിവസം 2 മണിക്കൂർ ചർച്ച ചെയ്യുന്നു. സർ, അതിന് ദർ ഈസ് ആൻ ഇംപ്രോപ്പറേറ്റ്. ഈ വിഷയമല്ലാത്ത വേറെ കാര്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ റൂൾസിലുള്ള ഞാൻ പറയുന്നത് അനുവദിക്കരുത്. അത് ശരിയല്ല. ശബ്ദം കൂടുതലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, റൂൾസ് ഓഫ് പ്രൊസീജിയറിലുള്ള ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. സമയം വളരെ പ്രധാനപ്പെട്ടാണ്. ആ സമയത്ത് പ്രോപ്പറാണ്, ശരിക്കും റൂൾസിനെതിരായിട്ടാണ് ഈ വേറെ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അങ്ങ് ദയവ് ചെയ്ത് നമ്മളെല്ലാം ഇരിക്കല്ലേ 3 ബില്ല് പാസ്സാക്കിയാൽ. ഞങ്ങൾ അങ്ങ് കണ്ടല്ലേ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഒപ്പോസ് ചെയ്തോ? പണ്ട് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ 2ാമത്തെ ബില്ല് വന്ന് 3ാമത്തെ ബില്ലാണെങ്കിൽ പറ്റില്ല എന്ന് പറയും. ഞങ്ങൾ എല്ലാത്തിനോട് സഹകരിക്കുക. അങ്ങ് മുഖ്യമന്ത്രിയോട് ചോദിക്കും. അങ്ങ് ഉണ്ടായിരുന്നല്ലേ BSc-യിൽ. ഞങ്ങൾ ഇതിനോടൊക്കെ സഹകരിക്കുന്നു. പക്ഷേ എല്ലാ പരിധിയും പറ്റിയത് വേറെ തരത്തിലേക്ക് ചർച്ച പോയാൽ പിന്നെ ഞങ്ങൾ ഇതിനോട് സഹകരിക്കില്ല. ഞാൻ അങ്ങയോട് പറയാം.